കേരളത്തിലെ ഏക ഹിന്ദു തടാക ക്ഷേത്രം എവിടെയാണുള്ളത്? കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം താലൂക്കിൽ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം അഥവാ അനന്തപുര തടാക ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം ചില പാരമ്പര്യങ്ങൾ അനുസരിച്ച് തിരുവനന്തപുരത്തെ അനന്തപത്മനാഭസ്വാമിയുടെ മൂലസ്ഥാനമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. വൈഷ്ണവ പാരമ്പര്യത്തിലെ 108 അഭിമാന ക്ഷേത്രങ്ങളിൽ ഒന്നായി ഇതിനെ കണക്കാക്കപ്പെടുന്നു. മഹാബ്രാഹ്മണ സന്യാസിയായ വില്വമംഗലം തപസ് ചെയ്യുകയും പൂജകൾ നടത്തുകയും ചെയ്തത് ഇവിടെ വെച്ചാണ്. ഭഗവാൻ നാരായണൻ ഒരു കുട്ടിയായി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഐതിഹ്യം. കുട്ടിയുടെ മുഖത്തിലെ തിളക്കം മുനിയെ കീഴടക്കി. അദ്ദേഹം ഉത്കണ്ഠാകുലനായി കുട്ടി ആരാണെന്ന് ചോദിച്ചു. എനിക്ക് അച്ഛനും അമ്മയുമില്ല, വീട്ടിൽ ആരുമില്ല എന്ന് കുട്ടി മറുപടി നൽകി. വില്വമംഗലത്തിന് കുട്ടിയോട് സഹതാപം തോന്നി. അവനെ അവിടെ താമസിക്കാൻ അനുവദിച്ചു. അപമാനം തോന്നിയാൽ ഉടനെ സ്ഥലം വിടുമെന്ന് കുട്ടി ഒരു നിബന്ധന മുന്നോട്ട് വെച്ചു. കുറച്ചു കാലം കുട്ടി മുനിയെ സേവിച്ചു. എന്നാൽ താമസിയാതെ മുനിക്ക് കുട്ടിയുടെ ബാല്യകാല തമാശകൾ അസഹനീയമായി തോന്നി. അദ്ദേഹം ആക്രമാസക്തമായി പ്രതികരിച്ചു. അപമാനിതനായ കുട്ടി വില്വമംഗലം തന്നെ കാണണമെങ്കിൽ അനന്തന്റെ വനമായ അനന്തൻ കാട്ടിലേക്ക് പോകേണ്ടി വരുമെന്ന് പ്രഖ്യാപിച്ച ശേഷം അവിടെ നിന്ന് അപ്രത്യക്ഷനായി. വില്വമംഗലം പെട്ടെന്ന് തന്നെ ആ കുട്ടി ഭഗവാനാണെന്ന് മനസ്സിലാക്കി. അദ്ദേഹത്തിന് വലിയ പശ്ചാത്താപം തോന്നി. ബാലൻ അപ്രത്യക്ഷനായ സ്ഥലത്ത് ഒരു ഗുഹ കണ്ടെത്തി. മുനി കുട്ടിയെ അന്വേഷിച്ച് ഗുഹയിലേക്ക് കൂടുതൽ മുന്നോട്ട് പോയി. ഒടുവിൽ കടലിനടുത്തുള്ള ഒരു വനപ്രദേശത്തെത്തി. വില്വമംഗലം കുട്ടിയെ കണ്ടു. അവൻ പെട്ടെന്ന് തന്നെ വലിയ ഇല്ലിപ്പ മരത്തിൽ അപ്രത്യക്ഷനായി. ഉടനെ മരം താഴെ വീണു. ആയിരക്കണക്കിന് മുമ്പുള്ള ഒരു സർപ്പത്തിന്മേൽ കിടക്കുന്ന ഭഗവാൻ വിഷ്ണുവിൻ്റെ രൂപം സ്വീകരിച്ചു. അനന്തപത്മനാഭൻ സ്ഥിരതാമസമാക്കിയ യഥാർത്ഥ സ്ഥലം ഇതാണെന്നാണ് ഐതിഹ്യം.